നമുക്ക് വികാരങ്ങളും വിങ്ങലുകളും സങ്കടങ്ങളും വരുമ്പം പിടിച്ചു നിർത്തരുത്. നമുക്ക് മുമ്പേ തികഞ്ഞൊരു പുരുഷനായിരുന്നു 33 വയസ്സുള്ള ഈശോ. കരയണമെന്ന് തോന്നിയപ്പോ കരഞ്ഞു. ഈശോ കരഞ്ഞ് തീർത്തത് കൊണ്ടാ ഈശോയെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയാഞ്ഞത്. മാർത്തായുടെയും മറിയത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീര് ഒഴിച്ചു എന്ന് യോഹന്നാൻ 11:35 ഈശോയെ കുറിച്ച് പറയുന്നുണ്ട്. ഒടുവിൽ ഗെത്സമൻ തോട്ടത്തിൽ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്കുപൊട്ടി കരഞ്ഞ ഈശോ ഒടുവിൽ കാൽവരിയിൽ കിടന്നുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചു. വീട്ടിൽ പോലും ചിലപ്പോൾ കരയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ഷവർ തുറന്നിട്ട് ഈശോയെ എന്ന് വിളിച്ച് കരയണം. കരഞ്ഞു തീർക്കുമ്പോ ആ കരച്ചിലിന്റെ ഒടുവിൽ ഒരു ശാന്തത ഉണ്ടാവും. നിന്നെ ഒരിക്കലും വഴക്ക് പറയാത്ത, നിന്നെ മാറ്റി നിർത്താത്ത, നീ എന്തിനു വേണ്ടിയാ കരയുന്നതെന്ന് ചോദിക്കാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ ഈശോ. ഹല്ലേലൂയ.